ഫ്രണ്ട്സ്, നമ്മുടെ തമിഴ്നാട്, അതായത് ചെന്നൈയിൽ സ്ഥിതി ചെയ്യുന്ന CSIR സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് റിസർച്ച് സെൻറ്ററിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഫിക്സഡ് ടേം അല്ലെങ്കിൽ കോൺട്രാക്ട് ബേസിലുള്ള നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. ഒരിക്കലും പെർമനൻറ്റ് വേക്കൻസി അല്ല. എന്നാലും മന്ത്ലി നമുക്ക് അബൌട്ട് 20,000 ഒക്കെ നമുക്ക് എന്താണ് ഏൺ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ റെമ്യൂണറേഷനായിട്ട് കിട്ടുന്ന ജോലിയാണ്. അതുമാത്രമല്ല വിവിധ പ്രൊജക്റ്റുകളിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. അപ്പോൾ പ്രൊജക്റ്റിൻ്റെ കാലാവധിക്ക് അനുസരിച്ചൊക്കെ അത് നിശ്ചിത വർഷത്തേക്കൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടാവുന്ന സാധ്യതയുള്ള പോസ്റ്റുകളാണ്. അപ്പം ഇതിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് അപേക്ഷ നൽകേണ്ടത്, ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയും. ഡിപ്ലോമ മുതൽ നിങ്ങൾക്ക് വിവിധ ഡിഗ്രി ഉള്ളവർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പം നമ്മൾ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ, യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക. ഇപ്പോൾ നമുക്ക് 62.3K ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ മാക്സിമം ഒരു 1 lakhിലേക്ക് നമ്മൾ പെട്ടെന്ന് തന്നെ എത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ, വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ നമുക്ക് നോട്ടിഫിക്കേഷൻ നോക്കാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. CSIR സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് റിസർച്ച് സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ഇത് വന്നിരിക്കുന്നത് ജൂലൈ 5-നാണ് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണാം നിങ്ങൾക്ക് സയൻറ്റിഫിക് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ്, പ്രൊജക്ട് അസിസ്റ്റൻറ്റ്, പ്രൊജക്ട് അസോസിയേറ്റ് 1 and 2 അങ്ങനെയുള്ള പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് നിശ്ചിതമായിട്ടുള്ള ഡേറ്റുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വിവിധ കോളംസ് നമുക്ക് നോക്കാം. ടേബിളിൽ ഒന്നാമത്തെ കോളം സീരിയൽ നമ്പറാണ്, രണ്ടാമത്തേത് ഡേറ്റ് ഓഫ് ഇൻ്റർവ്യൂ ഓർ ടൈം ഓർ വെന്യൂ ആണ് പറയുന്നത്, മൂന്നാമത്തെ കോളത്തിൽ നെയിം ഓഫ് ദ പൊസിഷനാണ്, നാലാമത്തെ ക്വാളിഫിക്കേഷൻ ജോബ് ഡിസ്ക്രിപ്ഷനാണ്, അഞ്ചാമത്തെ ഇവിടെ നമ്പർ ഓഫ് പൊസിഷനാണ്, അത് എത്ര വേക്കൻസി ഉണ്ടെന്നുള്ളതാണ്, ആറാമത്തേത് അപ്പർ ഏജ് ലിമിറ്റാണ്, ദെൻ എത്ര കാലാവധിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്, ദെൻ മന്ത്ലി റെമ്യൂണറേഷനാണ് ഏറ്റവും ലാസ്റ്റ് കോളത്തിൽ. നമുക്ക് ഓരോ കോളം വൈസ് നോക്കാം. അത്യാവശ്യം നിങ്ങൾക്ക് കാണാം ഒരുപാട് കാറ്റഗറി വേക്കൻസി വന്നിട്ടുണ്ട്. വേക്കൻസി ലിമിറ്റഡ് ആണെങ്കിലും ഒരുപാട് കാറ്റഗറി ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ നോക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാം സയൻറ്റിഫിക് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റ് ആണ്. ഇതിൻ്റെ ആ ഒരു ഇൻ്റർവ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് 22/7/2024 അപ്പോൾ പ്രത്യേകം നിങ്ങൾ ഇത് നോക്കണം കേട്ടോ. നമ്മൾ റിപ്പോർട്ടിംഗ് ടൈമാണ് ഇവിടെ കാണിക്കുന്നത്. 9 AM ആണ് കേട്ടോ. 9 AM to 11 AM ഉള്ളിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അത് 11 AM കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ പോയിട്ട് കാര്യമില്ല എന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. അപ്പം നമ്മൾ 9 AM തന്നെ ആ സമയവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ ഒരു ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം, എനി ഡിഗ്രി ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 5 വേക്കൻസി ഇതിലുണ്ട്. ഇതിൻ്റെ ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് 50 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇനി OBC SC ST അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ 5 വർഷം വരെ അവർക്ക് ഏജ് റിലാക്സേഷനും പറയുന്നുണ്ട്. വിമൻ കാൻഡിഡേറ്റ്സൊക്കെ ആണെങ്കിൽ 6 മന്താണ് ഇതിൻ്റെ ആ ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന പോസ്റ്റിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. അത് മേ ബി എന്ത് ചെയ്യാം, പ്രൊജക്റ്റിൻ്റെ അതിനൊക്കെ പർപ്പസിനൊക്കെ അനുസരിച്ച് എന്ത് ചെയ്യാം, അത് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. 18,000 per month പ്ലസ് HR ഉണ്ടായിരിക്കും. പിന്നെ അടുത്ത പോസ്റ്റ് വരുന്നത് 22/7/2024 എന്നാണ്. സയൻറ്റിഫിക് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റ് ആണ്. അങ്ങനെ വിവിധ പ്രൊജക്റ്റുകളിലേക്കാണ് ഇത് വിളിക്കുന്നത്. അപ്പം വിവിധ കാറ്റഗറിയിലാണ്. അപ്പം ഇതിൻ്റെ ഇൻ്റർവ്യൂ സ്ഥലം കാര്യങ്ങളൊക്കെ നമ്മൾ പറയട്ടെ. വെന്യൂ ഒക്കെ ഞാൻ പറയാം, ഇങ്ങനെ അപ്ലൈ ചെയ്യേണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സ്കിപ്പ് ചെയ്യേണ്ട. ഇതിലും നമുക്ക് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇതിലൊരു വേക്കൻസിയാണ്. ഈ പറയുന്ന അടുത്തോ നമുക്ക് സയൻറ്റിഫിക് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റ് ആണ്. ഇതിലും നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. എനി ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഈ രണ്ടെണ്ണത്തിലേക്കും ഓരോരോ വേക്കൻസികളാണ്. ഏജ് ഒക്കെ 50 തന്നെയാണ്, സെയിം തന്നെയാണ്. 6 months ആണ് ഡ്യൂറേഷൻ വരുന്നത്. റെമ്യൂണറേഷനും സെയിം ആണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇതിനടുത്ത് ഇവിടെ പ്രൊജക്ട് അസിസ്റ്റൻ്റ് ആണ്. ഇതിലേക്ക് നമുക്ക് 23/7/2024 കേട്ടോ ഇതിൻ്റെ ആ ഒരു ഇൻ്റർവ്യൂ ഡേറ്റ്. അപ്പോൾ ഡേറ്റ് നിങ്ങൾ ഈ കോളത്തിൽ നോക്കണം. ഇതിലേക്ക് നമുക്ക് ക്വാളിഫിക്കേഷൻ സിവിലോ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗോ 3 year ഡ്യൂറേഷണൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതുപോലെ തന്നെ 3 വേക്കൻസിൻ്റെ ഏജ് ഒക്കെ 50 ആണ് ഇതിൽ വരുന്നത് ഈ പറയുന്ന പോസ്റ്റിലേക്ക്. അതുപോലെ തന്നെ നമുക്ക് മാർച്ച് 2025 വരെയാണ് ഇനിഷ്യലി അത് ഫിക്സ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഡ്യൂറേഷൻ. എങ്കിലും മേ ബി അത് മാർച്ച് 2026 വരെ വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണെന്ന് പറയുന്നുണ്ട്. 20,000 plus HR ഉണ്ടായിരിക്കും നിങ്ങൾക്ക് മന്ത്ലി. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. അപ്പം ഇതിലേക്ക് നിങ്ങൾക്ക് ഉയർന്ന ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും പാടെ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന വേക്കൻസിയിലേക്ക് നമുക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് ഇതിലേക്ക് ഈ പറയുന്ന വാക്ക് ഇൻ സെലക്ഷനിൽ പങ്കെടുക്കാനുള്ള ബേസിക് ക്വാളിഫിക്കേഷനാണ് ഇവിടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത്. ബാക്കി കൂടുതലുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് പങ്കെടുക്കാം. അപ്പം നിങ്ങൾ ഈ പറയുന്ന കുറേ ഇപ്പോൾ കേരളത്തിൽ നിന്നൊക്കെ പോകുന്നവരാണെങ്കിൽ അപ്പം നമ്മൾ അത്രയും ഈ പറയുന്ന ട്രെയിനൊക്കെ കയറി നമ്മൾ ബുദ്ധിമുട്ടി പോയിട്ട് നമ്മൾ ഇത് പറഞ്ഞില്ല എന്ന് വേണ്ട. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അവർക്കായിരിക്കും ഒരു മുൻഗണന കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അതും പാടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ. അപ്പോൾ നമ്മൾ പോകണ്ടെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും, പോയി നോക്കുന്നത് നല്ലതായിരിക്കും.
ഓക്കെ, അടുത്തത് 23/7/2024 ഇൻ്റർവ്യൂ. അത് പ്രൊജക്ട് അസോസിയേറ്റ് 1 നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ബി ഓർ ബി ടെക് ഇൻ സിവിൽ എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ മെറ്റീരിയൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിൻ ബി ഓർ ബി ടെക് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇത് 3 വേക്കൻസി ഉണ്ട്. 35 ഏജ് ലിമിറ്റ് വരുന്നത് കേട്ടോ. SC/ST OBC ഒക്കെ ആണെങ്കിൽ അവർക്ക് 40 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. വിമൻ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഇതിൽ നമുക്ക് 2025 വരെയാണ് ഇനീഷ്യലി, അത് മേ ബി 2026 മാർച്ച് വരെ എക്സ്റ്റെൻഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഗേറ്റ് ഉള്ള, അതായത് ഗേറ്റ് സ്കോർ ചെയ്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്ക് 31,000+ HR ഉണ്ടായിരിക്കും. ഗേറ്റ് ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് 25,000+ HR ആയിരിക്കും നിങ്ങൾക്ക് സാലറി ആയിട്ട് കിട്ടുന്നത് കേട്ടോ. ഇപ്പോൾ ഗേറ്റ് ഉണ്ട്, നമുക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് അവിടെ. പിന്നെ ഡിസൈറബിൾ ക്വാളിഫിക്കേഷനോട് പറയുന്നുണ്ട്. ME or MTech ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും പാടെ നിങ്ങൾക്ക് മുൻഗണന ഉണ്ടായിരിക്കും കേട്ടോ. അങ്ങനെയുള്ളവരെയാണ് അവർക്ക് കുറച്ചും പാടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് നിങ്ങൾ മനസ്സിലാക്കുക. ദെൻ ബേസിക് ക്വാളിഫിക്കേഷനാണ് ഈ പറയുന്നത്. അടിസ്ഥാനപരമായിട്ട് നമുക്ക് ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷനാണ് ഈ പറയുന്ന എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ. ഇപ്പോൾ ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അത് കുറച്ചും പാട് ഉണ്ടെങ്കിൽ അത് നല്ലതാണെന്നുള്ളതാണ് അവർ മീൻ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അങ്ങനെയുള്ളവരായിരിക്കും അവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. അപ്പം പിന്നെ ഇതിൽ 23/7/2024 നിങ്ങൾക്കൂടെ കാണാം പ്രൊജക്ട് അസിസ്റ്റൻറ്റ്. ഇതിൽ നിങ്ങൾക്ക് സിവിൽ ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് എന്താണ് 3 വർഷം ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. 2 വേക്കൻസി ഉണ്ട്. ഏജ് ലിമിറ്റ് 50 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇതും 2026 വരെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യാം. 20,000+ HR നിങ്ങൾക്ക് കിട്ടും മന്ത്ലി. ഇതിനടുത്ത് 23/7/2024 ഇൻ്റർവ്യൂ. അതിൻ്റെ പ്രൊജക്ട് അസോസിയേറ്റ് 1 ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം. സിവിൽ എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് ബി ഓർ ബി ടെക് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ അതിന് തുല്യമായുള്ള ക്വാളിഫിക്കേഷൻ. 2 വേക്കൻസി ഉണ്ട്. 35 ഏജ് ലിമിറ്റ് വരുന്നത്. 2026 വരെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. 31,000+ HR ഗേറ്റ് സ്കോർ ഉള്ളവർക്ക്. ഇനി 25,000+ HR ഗേറ്റ് ഇല്ലാത്ത ഉദ്യോഗാർത്ഥികൾക്ക് കേട്ടോ. ഓക്കെ, അപ്പോൾ ഗേറ്റ് എക്സാം ഒക്കെ നിങ്ങൾ എഴുതി ഇങ്ങനെയുള്ള ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ക്വാളിഫൈഡ് ആയാൽ. ഇതിനടുത്ത് നിങ്ങൾക്ക് 23/7 നിങ്ങൾക്ക് അടുത്ത പ്രൊജക്ട് അസിസ്റ്റൻറ്റ് സെക്കൻഡ് ഇതിലൂടെ കാണാം. നിങ്ങൾക്ക് ഇൻഫർമേഷൻ ടെക്നോളജിയിലോ കമ്പ്യൂട്ടർ സയൻസിലോ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലോ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ ബി ഓർ ബി ടെക് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം ഫ്രഷേഴ്സിന്. ഇനി അതല്ല, ഫ്രഷേഴ്സിനല്ല, ഇതിൽ നമുക്ക് എക്സ്പീരിയൻസോടാണ് ഞാൻ പറഞ്ഞത്. ഇതിന് ഈ പറയുന്ന പോസ്റ്റിലേക്ക് നമുക്കിപ്പോൾ പ്രൊജക്ട് അസോസിയേറ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നമുക്ക് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് MSc ഇൻഫർമേഷൻ ടെക്നോളജിയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിലോ അല്ലെങ്കിൽ IT നിങ്ങൾ MSc മാസ്റ്റർ ഓഫ് സയൻസ് കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് MCA കഴിഞ്ഞവരാണെങ്കിൽ അതിന് തുല്യമായുള്ള ക്വാളിഫിക്കേഷനിൽ അപ്ലൈ ചെയ്യാം. 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് അവരുമായുള്ള ബന്ധപ്പെട്ട ഫീൽഡിൽ 2 വർഷത്തെ എക്സ്പീരിയൻസും കൂടെ ഉണ്ടായിരിക്കണം. 35 ഏജ് ലിമിറ്റ്, 1 വേക്കൻസിയാണ് കേട്ടോ. അതും നമുക്ക് 25 സെപ്റ്റംബർ എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. ഗേറ്റ് ഉള്ളവർക്ക് 35,000, ഗേറ്റ് ഉള്ളവർക്ക് 28,000 പെർ മന്താണ് ലഭിക്കുക. പിന്നെ അടുത്ത് വരുന്നത് ഈ പറയുന്ന പ്രൊജക്ട് അസോസിയേറ്റ് തന്നെയാണ്. ഇതിലും 23 ഇതിൻ്റെ ഇൻ്റർവ്യൂ ഡേറ്റ് വരുന്നത്. ഇത് സിവിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ എയറോസ്പേസ് എഞ്ചിനീയറിംഗിൽ ഇതിലേതെങ്കിലും ബി ഓർ ബി ടെക് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. 35 ഏജ് ലിമിറ്റ്, 1 വേക്കൻസിയാണ് കേട്ടോ. പിന്നെ റെമ്യൂണറേഷനൊക്കെ ജസ്റ്റ് കൂടെ നോക്കാം. സെയിം തന്നെയാണ് മുകളിൽ പറഞ്ഞ. ഇതിനടുത്ത് നമുക്ക് ഇതൊക്കെ ഓരോ പ്രൊജക്റ്റുകളാണ് കേട്ടോ. ടൈറ്റിൽ പ്രൊജക്റ്റ് നെയിമൊക്കെ കൂടെ കാണാം. വിവിധ പ്രൊജക്റ്റുകളിലേക്കാണ് ഇപ്പം വേക്കൻസി വന്നിരിക്കുന്നത്. അടുത്ത നമുക്ക് 23 ഇൻ്റർവ്യൂ പ്രൊജക്ട് അസോസിയേറ്റ് ആണ്. ഇതിൽ നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് ബി ഓർ ബി ടെക് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. 2 വേക്കൻസിയാണ്. 35 ഏജ് ലിമിറ്റ്. മാർച്ച് 25 വരെയാണ് അതിൻ്റെ ഒരു പോസ്റ്റിംഗ് ഉദ്ദേശിക്കുന്നത്. 25,000+ HR നിങ്ങൾക്ക് കിട്ടും. ഗേറ്റ് ഇല്ലാത്തവരാണെങ്കിലും നിങ്ങൾക്ക് ഈ പറയുന്ന 25,000+ HR കിട്ടും കേട്ടോ. ഇനി അടുത്ത നിങ്ങൾക്ക് കാണാം 23/7 പ്രൊജക്ട് സെക്കൻഡ് ഇതിൽ കാണാം. സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയിട്ടുള്ള ഡിസിപ്ലിനിലേക്കാണ് ബി ഓർ ബി ടെക് കഴിഞ്ഞവർക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. R&Dയിലുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിലുള്ള 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. 35 ഏജ് ലിമിറ്റ്, 1 വേക്കൻസിയാണ് കേട്ടോ. ഇന്ന് 2025 സെപ്റ്റംബർ വരെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. 35,000+ HR ഗേറ്റ് ഹോൾഡേഴ്സിന്. അതുപോലെ ഗേറ്റ് ഇല്ലാത്തവർക്ക് 28,000+ HR ഉണ്ടായിരിക്കും മന്ത്ലി. ഇതിനടുത്ത് വരുന്നത് 23/7 ഇൻ്റർവ്യൂ പ്രൊജക്ട് അസിസ്റ്റൻ്റ് ആണ്. ഇതിലേക്ക് 3 ഇയർ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും സിവിലോ അല്ലെങ്കിൽ മെക്കാനിക്കലുമായി ബന്ധപ്പെട്ട് 3 ഇയർ ഡിപ്ലോമ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 50 ഏജ് ലിമിറ്റ് വരുന്ന 1 വേക്കൻസിയാണ്. 2025 മാർച്ച് വരെയാണ്. 20,000+ HR ലഭിക്കുക. ഇതിനടുത്ത് നിങ്ങൾക്ക് 23/7 ഇൻ്റർവ്യൂ ഡേറ്റ്. പ്രൊജക്ട് അസോസിയേറ്റ് ആണ്. ഇതിൽ നിങ്ങൾക്ക് സ്ട്രക്ചറൽ അല്ലെങ്കിൽ സിവിൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ അപ്ലൈഡ് മെക്കാനിക്കൽ അല്ലെങ്കിൽ മെറ്റീരിയൽ സയൻസ് ഈ പറയുന്ന ഏതെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താണ് ബി ഓർ ബി ടെക് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. 35 ഏജ് ലിമിറ്റ്, 1 വേക്കൻസി നമുക്കതിലുള്ളൂ. അതിൻ്റെ ഗേറ്റ് ഉള്ളവർക്ക് 35, ഗേറ്റ് ഇല്ലാത്തവർക്ക് 28,000 പെർ മന്താണ് ലഭിക്കുക. ഇതിനടുത്ത് നമുക്ക് 23/7 ഇത് പ്രൊജക്ട് അസോസിയേറ്റ് എന്ന ഇതിൽ നിങ്ങൾക്ക് സിവിൽ മെക്കാനിക്കൽ എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ബി ഓർ ബി ടെക് ഒക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. 35 ഏജ് ലിമിറ്റ്, 2 വേക്കൻസിയാണ് കേട്ടോ. ഇതിൽ നമുക്ക് 35,000 ഗേറ്റ് ഉള്ളവർക്കും 28,000 ഗേറ്റ് ഇല്ലാത്തവർക്കും ലഭിക്കും. പ്ലസ് HR ഉണ്ടാവും. ഇതിനടുത്ത് 23/7/2024 നിങ്ങൾക്ക് പ്രൊജക്ട് അസോസിയേറ്റ് 1 നിങ്ങൾക്ക് ഇവിടെ കാണാം. പോളിമർ എഞ്ചിനീയർ അല്ലെങ്കിൽ റബ്ബർ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ബി ഓർ ബി ടെക് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ 35 ഏജ് ലിമിറ്റ്, 1 വേക്കൻസിയാണ് കേട്ടോ. നിങ്ങൾക്ക് 31 ഗേറ്റ് ഉള്ളവർക്കും 25 ഗേറ്റ് ഇല്ലാത്തവർക്കും ലഭിക്കും. പ്ലസ് HR ഉണ്ടായിരിക്കും. ഇതിനടുത്ത് 23/7 പ്രൊജക്ട് അസോസിയേറ്റ് 1 ഇതിലും നിങ്ങൾക്ക് പറയുന്ന ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ അതിന് തുല്യമായുള്ള ബി ഓർ ബി ടെക് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇതൊക്കെ ഫ്രഷേഴ്സിനാട്ടോ ഞാൻ ഇപ്പം പറയുന്നതൊക്കെ. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 1 വേക്കൻസിയാണ്. 35 ഏജ് ലിമിറ്റ്. 2026 മാർച്ച് വരെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. 31 ഗേറ്റ് ഉള്ളവർക്കും ഗേറ്റ് ഉള്ളവർക്ക് 25 ലഭിക്കുക പെർ മന്ത്.
ഇതിനടുത്ത നിങ്ങൾക്ക് 23/7 നിങ്ങൾക്ക് ഇവിടെ കാണാം പ്രൊജക്ട് അസോസിയേറ്റ് സെക്കൻഡ് ഇതിലും കാണാം സിവിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ബി ഓർ ബി ടെക് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് 2 വേക്കൻസിൻ്റെ 35 ഏജ് ലിമിറ്റ് സാലറി ഇവിടെ കാണാവുന്നതാണ് ഇതിനടുത്ത് നിങ്ങൾക്ക് 23/7 തന്നെയാണ് പ്രൊജക്ട് അസിസ്റ്റൻറ്റ് ഇതിൽ സിവിൽ എഞ്ചിനീയറിംഗ് ടെക്നോളജിയിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഓക്കെ 50 ഏജ് ലിമിറ്റ് വരുന്നത് ഒരു വേക്കൻസിയാണ് 20,000+ HR ഉണ്ടായിരിക്കും ഇതിനടുത്ത് നിങ്ങൾക്ക് 23/7 തന്നെയാണ് പ്രൊജക്ട് അസോസിയേറ്റ് ഇതിൽ നിങ്ങൾക്ക് ബി ഓർ ബി ടെക് ഇൻ ഓഷ്യൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഈ പറയുന്ന നേവൽ ആർക്കിടെക്ചർ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഏതെങ്കിലും ഡിസിപ്ലിൻ ബി ഓർ ബി ടെക്കിലവർക്ക് അപ്ലൈ ചെയ്യാൻ 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് 3 വേക്കൻസിൻ്റെ 35 ഏജ് ലിമിറ്റ് വരുന്നത് ഇതിനടുത്ത് നമുക്ക് വരുന്നത് 23/7 തന്നെയാണ് ഇതിൽ നിങ്ങൾക്ക് പ്രൊജക്ട് അസോസിയേറ്റ് ഈ പറയുന്ന സിവിൽ അല്ലെങ്കിൽ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ബി ഓർ ബി ടെക്കിലവർക്ക് അപ്ലൈ ചെയ്യാൻ 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് 35 ഏജ് ലിമിറ്റ് ഒരു വേക്കൻസിൻ്റെ സാലറി കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇതിനടുത്ത് 23/7 പ്രൊജക്ട് അസോസിയേറ്റ് ആണ് ഇതിൽ ഇലക്ട്രോണിക്സ് ഒരു ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷനിൽ നിങ്ങൾക്ക് ബി ഓർ ബി ടെക് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം കേട്ടോ ഓക്കെ ഫ്രഷറാണ് ഇതിലൊക്കെ 35 ഏജ് ലിമിറ്റ് എന്നുള്ളതാണ് ഇതിനടുത്ത് വരുന്നത് നമുക്ക് 23/7 നിങ്ങൾക്ക് കാണാം പ്രൊജക്ട് അസോസിയേറ്റ് സെക്കൻഡ് ഇതിൽ നിങ്ങൾക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം സിവിൽ എഞ്ചിനീയറിംഗ് ബി ഓർ ബി ടെക്കിലവർക്ക് അപ്ലൈ ചെയ്യാം 35 ഒരു വേക്കൻസിൻ്റെ ഇതിനടുത്ത് നമുക്ക് വീണ്ടും വരുന്നത് പ്രൊജക്ട് അസോസിയേറ്റ് 1 ആണ് ഇതിൽ നിങ്ങൾക്ക് ബി ഓർ ബി ടെക് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട ഒരു വേക്കൻസിയാണ് കേട്ടോ ഓക്കെ ഇതിനടുത്ത് നിങ്ങൾക്ക് വരുന്നത് 23/7 പ്രൊജക്ട് അസോസിയേറ്റ് സെക്കൻഡ് ആണ് ഇതിലും നിങ്ങൾക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം സിവിലോ സ്ട്രക്ചറിലോ പറഞ്ഞ ഏതെങ്കിലും ബി ഓർ ബി ടെക് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം ഒരു വേക്കൻസിന് 35 ഏജ് ലിമിറ്റ് വരുന്നത് ഇതിനടുത്ത് വരുന്നത് പ്രൊജക്ട് അസോസിയേറ്റ് സെക്കൻഡാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം 23/7 ആണ് ഇതിൻ്റെ നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷനിലോ തുല്യമായിട്ട് ബി ഓർ ബി ടെക്കിലവർക്ക് അപ്ലൈ ചെയ്യാം പ്ലസ് 2 വർഷത്തെ എക്സ്പീരിയൻസും വേണം കേട്ടോ ഒരു വേക്കൻസിയാണ് 35 ഏജ് ലിമിറ്റ് വരുന്നത് ഇതിനടുത്ത് വരുന്നത് നിങ്ങൾക്ക് 23/7/2024 ഈ പറയുന്ന പ്രൊജക്ട് അസോസിയേറ്റ് ആണ് ഇതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം സിവിൽ മെക്കാനിക്കൽ എയറോസ്പേസ് എഞ്ചിനുമായി ബന്ധപ്പെട്ടുള്ള ബി ഓർ ബി ടെക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് അപ്ലൈ ചെയ്യാം 2 വേക്കൻസിൻ്റെ 35 ഏജ് ലിമിറ്റ് വരുന്നത് ഇതിനടുത്ത് നമുക്ക് 23/7 ഇതിലും പ്രൊജക്ട് അസോസിയേറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അപ്ലൈഡ് മെക്കാനിക്സ് അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ഇതുമായി ബന്ധപ്പെട്ട് ME or MTech ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഓക്കെ എക്സ്പീരിയൻസ് വേണം ഇതിലേക്ക് അപ്ലൈ ചെയ്യാം ഒരു വേക്കൻസി ഇതിൽ 35 ഏജ് ലിമിറ്റ് വരുന്നത് ഇതിനടുത്ത് നിങ്ങൾക്ക് പ്രൊജക്ട് സെക്കൻഡ് ഇതിൽ നിങ്ങൾക്ക് 23/7 ഇത് നിങ്ങൾക്ക് ബി ഓർ ബി ടെക് സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ME or MTech ഇൻ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ആൻഡ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ അപ്ലൈഡ് മെക്കാനിക് അല്ലെങ്കിൽ മെക്കാനിക്കൽ ഡിസൈൻ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിക്ക് ഈ പറഞ്ഞിരിക്കുന്ന ME or MTech അല്ലെങ്കിൽ നിങ്ങൾക്ക് സിവിലിൽ ബി ഓർ ബി ടെക് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ ഓക്കെ ഇതിനടുത്ത് 23/7 ഇതിലേക്ക് നിങ്ങൾക്ക് പ്രൊജക്ട് അസോസിയേറ്റ് ആണ് ഇതിൽ നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിൽ ബി ഓർ ബി ടെക്കിലവർക്ക് അപ്ലൈ ചെയ്യാൻ 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് 35 ഏജ് ലിമിറ്റ് ഒരു വേക്കൻസിയാണുള്ളത് ഇതിനടുത്ത് നമുക്ക് വരുന്നത് പ്രൊജക്ട് അസോസിയേറ്റ് 1 23 ഇൻ്റർവ്യൂ ഡേറ്റ് വരുന്നത് സിവിൽ എഞ്ചിനീയറിംഗിൽ ബി ഓർ ബി ടെക്കിലവർക്ക് അപ്ലൈ ചെയ്യാം 2 വേക്കൻസിൻ്റെ 35 ഏജ് ലിമിറ്റ് അപ്പം എക്സ്പീരിയൻസ് ഉള്ളത് ഞാൻ എക്സ്പീരിയൻസ് പ്രത്യേകം പറയും അല്ലാതൊക്കെ നിങ്ങൾക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം ഇതിനടുത്ത് 23/7 പ്രൊജക്ട് അസോസിയേറ്റ് സെക്കൻഡ് ആണ് ഇതിന് എക്സ്പീരിയൻസ് വേണം 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ബി ഓർ ബി ടെക് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ 2 വേക്കൻസിൻ്റെ 35 ഏജ് ലിമിറ്റ് ഒരു വേക്കൻസിയാണ് ഇതിനടുത്ത് നമുക്ക് വരുന്നത് പ്രൊജക്ട് അസോസിയേറ്റ് 23/7 ദെൻ ബി ഓർ ബി ടെക് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം ഓക്കെ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം കേട്ടോ അതിൽ 35 ഏജ് ലിമിറ്റ് ഒരു വേക്കൻസി ഉണ്ട് ഇതിനടുത്ത് വരുന്നത് നമുക്ക് 23/7 പ്രൊജക്ട് അസോസിയേറ്റ് വരുന്നുണ്ട് ബി ഓർ ബി ടെക് സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം ഒരു വേക്കൻസിന് 35 ഏജ് ലിമിറ്റ് വരുന്നത് ഇതിനടുത്ത് വരുന്നത് നമുക്ക് പ്രൊജക്ട് അസോസിയേറ്റ് ആണ് 23/7/2024 ബി ഓർ ബി ടെക് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കേട്ടോ ഓക്കെ ഇതിനടുത്ത് 23/7/2024 പ്രൊജക്ട് അസോസിയേറ്റ് സെക്കൻഡ് ഇതിലും കാണാം ബി ഓർ ബി ടെക് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം അപ്പം പ്രൊജക്ട് അസോസിയേറ്റ് സെക്കൻഡ് എന്ന് കാണുന്ന ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം എക്സ്പീരിയൻസ് വേണം 2 വർഷത്തെ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് ക്വാളിഫിക്കേഷനൊക്കെ വരുന്നത് ഇനി നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വാക്കിൻ ഇൻ്റർവ്യൂ ഉണ്ട് ആ വാക്കിൻ ഇൻ്റർവ്യൂ അതിൻ്റെ വെന്യൂയൊക്കെ ഞാൻ പറയാം അവിടെ നമ്മൾ പോവാണ് വേണ്ടത് അപ്പോൾ അതിലേക്ക് പോകുന്ന സമയത്ത് നമ്മളൊരു ഫോം ഫില്ല് ചെയ്ത് നമ്മൾ കയ്യിൽ കരുതണം ആ ഫോമിൻ്റെ മാതൃക ഞാൻ കാണിക്കാം അതോടൊപ്പം നമ്മുടെ എല്ലാ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാസ്റ്റ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസിൻ്റെയും എന്ത് ചെയ്യുക ഒരു സെൽഫ് അറ്റസ്റ്റഡ് ആയുള്ള ഫോട്ടോ കോപ്പി നമ്മുടെ കയ്യിൽ വേണം അതിൻ്റെ ഒറിജിനൽ നമ്മുടെ കയ്യിൽ വേണം പിന്നെന്താണ് ഏതെങ്കിലും ഒരു ഫോട്ടോ ID പ്രൂഫ് ആധാർ കാർഡോ വോട്ടർ ID അതിൻ്റെ ഒറിജിനലും അതിൻ്റെ കോപ്പിയും നമ്മുടെ കയ്യിൽ വേണം അതോടൊപ്പം തന്നെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കളർ ഫോട്ടോഗ്രാഫും നമ്മുടെ കയ്യിൽ വേണം കേട്ടോ ഇത്രയും ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ കയ്യിലുണ്ടായിരിക്കണം പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഇതിലേക്കുള്ള സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി ഇപ്പം ജസ്റ്റ് എന്താണ് വാക്ക് ഇൻ സെലക്ഷൻ ആണ് അപ്പോൾ അതിലേക്ക് ചിലപ്പോൾ കൂടുതൽ ഉദ്യോഗാർത്ഥികളൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനൊക്കെ അടിസ്ഥാനമാക്കിയായിരിക്കും ഇതിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുക കേട്ടോ അപ്പം ഈ പറയുന്ന ബി ഓർ ബി ടെക്കിന് പകരം ME or MTech ഉണ്ടെങ്കിൽ അവരെയൊക്കെ പരിഗണിക്കും അങ്ങനെയൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുക കൂടുതൽ ഉദ്യോഗാർത്ഥികൾ വന്നാൽ കേട്ടോ അല്ലെങ്കിൽ ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കും അവർ നോക്കുക അവ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് വെക്കും മുൻഗണന ആയിട്ട് അല്ലെങ്കിൽ ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ അതോടൊപ്പം തന്നെ കൂടുതലുണ്ടെങ്കിൽ റിട്ടൺ ടെസ്റ്റ് നടത്താം എന്നിട്ടും കൂടുതലുണ്ട് റിട്ടൺ ടെസ്റ്റ് നടത്താം അതൊക്കെ ഇവർ തീരുമാനിക്കുന്ന പോലെ ആയിരിക്കും കേട്ടോ ഉണ്ടായിരിക്കുക
അപ്പം ഇതിൽ SC/ST OBC വിമൻ അതുപോലെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഉള്ള PWD കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട് കേട്ടോ. മുകളിൽ പറഞ്ഞ ഏജുമായി ബന്ധപ്പെട്ട് അവർക്ക് 5 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഉദ്യോഗാർത്ഥികൾ 9 AM ആ ഡേറ്റുമായി ആ ഒരു സമയവുമായി ബന്ധപ്പെട്ട് തന്നെ വരിക. 11 AM കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ അവിടേക്ക് അലോ ചെയ്യില്ല എന്ന് പ്രത്യേകമായിട്ട് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റൂട്ട് മാപ്പ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ അവരുടെ സെൻട്രൽ വെന്യൂവിൽ ഈ പറയുന്ന അപ്പോൾ അതിൻ്റെ ഓരോ ഏരിയ എവിടെ നമ്മൾ ഇറങ്ങി എവിടേക്കാണ് നമ്മൾ പോകേണ്ടത് അതിൻ്റെ ഒരു റൂട്ട് മാപ്പ് കറക്റ്റായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇത് വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം. ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി. CCR SCR നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യാം ഇത് കാര്യങ്ങൾ കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മൾ എത്തേണ്ടത്. അതിൻ്റെ അഡ്രസ്സ് ജസ്റ്റ് ഞാൻ പറയാം കേട്ടോ ഒന്നും വളരെ ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഇതാണ് ഫോം. ഇതിപ്പം നമ്മൾ ഇങ്ങനെയാണ് കിടക്കുന്നത് സ്ക്രീനിൽ. നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ നിങ്ങൾ ആ രീതിയിൽ A4ലേക്ക് എന്ത് ചെയ്താൽ മതി, പ്രിൻ്റ് എടുത്താൽ മതി കേട്ടോ. ഓക്കെ, സിമ്പിളായിട്ടുള്ള ഫോമാണ് ഇത്. സയൻറ്റിഫിക് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റിൻ്റെ ഫോമാണ്. ഓക്കെ, 2 പേജ് ഉണ്ടാവും. ഓക്കെ, ഇതിന് ഫോം വരുന്നത് അപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്കൂടെ കാണാം. ഫോർ പ്രൊജക്റ്റ് അസിസ്റ്റൻറ്റ് പ്രൊജക്റ്റ് അസോസിയേറ്റ് 1 and 2 ഈ പറയുന്ന കാറ്റഗറിയിലേക്ക് അപ്ലൈ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫോമാണ് കേട്ടോ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് അങ്ങനെ അതിൻ്റെ 2 പേജ് ഉണ്ടാവും. ഇത്രയാണ് ഫോം. ഇത് ഫില്ല് ചെയ്തിട്ട് നമ്മൾ പോസ്റ്റലായിട്ട് അയക്കുകയോ മറ്റു കാര്യങ്ങളൊന്നും വേണ്ട. നമ്മൾ ഈ പറയുന്ന നിശ്ചിതമായുള്ള ഡേറ്റുകൾ ഉണ്ടല്ലോ, നമുക്ക് 22, 23 ആയിട്ടാണ് ഡേറ്റ് വരുന്നത്. അപ്പോൾ 22-ന് ഏതൊക്കെയാണ് വിളിച്ചിരിക്കുന്നത് എന്ന് ഞാൻ നോട്ടിഫിക്കേഷനിൽ നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ. അപ്പോൾ അത് പ്രകാരമാണ് നിങ്ങൾ അവിടേക്ക് എത്തേണ്ടത്. ഓക്കെ, അപ്പം 22-ന് എത്തേണ്ട ചില പോസ്റ്റുകളുണ്ട്, 23-ന് നിങ്ങൾ എത്തേണ്ട പോസ്റ്റുകളുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ 9 മണിയാകുന്ന സമയത്ത് നിങ്ങൾ എത്തുകയാണ് വേണ്ടത് ഈ ഫോമൊക്കെ ഫില്ല് ചെയ്തിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ വെന്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൂടെ കാണാം. കൗൺസിൽ ഓഫ് സയൻസ് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് CSIR റോഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൂടെ കാണാം. തരാമണി ചെന്നൈ എൻ്റെ പിൻകോഡ് സാധ്യത കേട്ടോ. ഇതാണ് ജസ്റ്റ് നമ്മൾ ഈ ഒരു CSIR നിങ്ങൾക്ക് കാണാം സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് റിസർച്ച് സെൻറ്റർ എന്ന് ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ അടിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കറക്റ്റ് ലൊക്കേഷനിൽ എത്താൻ പറ്റും കേട്ടോ. അതിൽ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന TDC ബിൽഡിംഗ് ആണ്. അവിടെ എത്തിയാൽ നിങ്ങൾ പോകേണ്ടത് TDC ബിൽഡിംഗ് ആണ്. ഇത്രയാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ കൂടുതലേക്ക് ഷെയർ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഫോം എവിടുന്ന ഡൗൺലോഡ് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്ലൈ ആവുന്നത് നിങ്ങൾ ലിങ്ക് കൊടുത്ത് താഴെ ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ ഇമ്പോർട്ടൻറ്റ് ലിങ്ക് ഇടാൻ നോട്ടിഫിക്കേഷനും ആപ്ലിക്കേഷൻ ഫോമും ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നിങ്ങൾ ആ രീതിയിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.